ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 10. മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹ്യുൻസു ലിഫ്റ്റിൽ വന്നിറങ്ങുമ്പോൾ അവിടെ കാത്തിരുന്ന വൂസോക്കിനെ ഹാൻ വലിച്ച് അവർ സൈഡിലേക്ക് മാറുന്നു. ഹ്യുൻസു പുറത്തുണ്ടായിരുന്ന ഡെലിവറി ബോക്സ് അവൻ അകത്തേക്കിട്ട് അവനും വാതിലടച്ചകത്തേക്ക് പോകുന്നു. അവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ ഹാൻ അവിടെ നിന്നും പോകുമ്പോൾ വൂസോക്ക് അവളെ പിന്തുടരുകയും എൻ്റെ സഹോദരിയെ കൊന്ന ഹ്യുൻസു ആണ് അവനെന്നും നീ എന്താണ് ഇവിടെ എന്നും അവളോട് ചോദിക്കുമ്പോൾ ഞാനിവിടെ ചെയർകിമിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് നോക്കാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയർകിമിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഹ്യുൻസുവിന് എന്താണ് കാര്യമെന്നും അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും നോക്കണമെന്ന് പറയുമ്പോൾ അവൾ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്നും പോകുന്നു. അവൻ അവളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും നീ നിന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞ് അവിടെ നിന്നും അവൾ പോകുകയാണ്. അവൻ തൻ്റെ സഹോദരി മരിച്ചതിനെ പറ്റി ഓർക്കുന്നു. അന്ന് തന്നോട് യാത്ര പറഞ്ഞു പോയതാണ്. അന്നൊരു പ്രതിയെ ലോക്കപ്പിലാക്കി നിൽക്കുന്ന സമയത്താണ് വിവരം അറിയുന്നതും. പിന്നീട് കോടതിയിൽ അവൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരുന്നുവെന്നും ഹ്യുൻസു കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ മതിയായ തെളിവില്ലാത്തത് കാരണം അവൻ 1 വർഷത്തെ ജയിൽ ശിക്ഷ മാത്രം നൽകി കോടതി വിധി വരുന്നു. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനിടയ്ക്കാണ് തൻ്റെ പെങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും അതിൻ്റെ ബെനിഫിഷ്യറിയായി ഹ്യുൻസു ആണെന്നുള്ള ഫയൽ വൂസോക്കിനന്ന് കിട്ടിയിരുന്നത്. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൻ താഴേക്കിറങ്ങി വരുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പാഴ്സൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ച സ്പോഞ്ചും സാധനങ്ങളുമൊക്കെ കണ്ട് അപ്പോൾ തമിയുങ് ആക്സിഡന്റിൽ ഇവനും പങ്കുണ്ടെന്ന് വൂസോക്ക് ഉറപ്പിക്കുന്നു. പോകുന്നേരം ഹ്യുൻസുവിൻ്റെ കാറിൽ ഒരു GPS കണക്ട് ചെയ്യുന്നുമുണ്ട്. അവിടെ നിന്നും യുൻഹോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലീസുകാർ ഹാനും ലൂക്കും ഒരുമിച്ച് പോകുന്നതിൽ എന്തോ പന്തികേട് തോന്നി ഞാൻ പുറകെ പോയതാണെന്നും എന്നാൽ എനിക്ക് അവരെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല, വീണ്ടും എനിക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നും യുൻഹോ പറയുമ്പോൾ വീണ്ടുമോ എന്ന് അത് കേട്ട് ജോ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് കിമ്മുമായി ഹാൻ അടികൂടുന്നതിൻ്റെ വീഡിയോ എടുത്തിരുന്നത് യുൻഹോ ആയിരുന്നു. നീ എന്തിനാണ് ഹാനിനെ ഇങ്ങനെ പിന്തുടരുന്നതെന്ന് അവ ചോദിക്കുമ്പോൾ കാരണം അവൾ ഇത്രയൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടും അവൾ ഇപ്പോഴും ഫ്രീ ആയി നടക്കുകയാണ്. നിങ്ങൾക്ക് പോലും അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ പോലും നിരപരാധിയായ എന്നെയല്ലേ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നും അവൾ കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരിടത്ത് ഹോങ്ജിയെ പോലീസ് വിളിപ്പിക്കുകയും അന്ന് ഷാമ്പെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവളാണോ എന്നും ചോദിക്കുമ്പോൾ അത് താനല്ല, ചെയർകിം നേരിട്ട് തന്നെയാണ് ചെയ്തതെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ പാർട്ടിയിൽ വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവൾ മടിച്ചുകൊണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കാനായിട്ടാണ് അവിടെ വന്നതെന്ന് പറയുന്നു. അത് വിശ്വസിക്കാത്ത പോലീസ് ഓഫീസറോട് കിം യൂൻ ജെ ഇടയ്ക്ക് ബാറിൽ വരാറുണ്ടായിരുന്നു, അവൾക്ക് ഹാനിനെ ഇഷ്ടമില്ലെന്നും എനിക്ക് മനസ്സിലായിരുന്നു. അവൾ ഹാനിനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നത് പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കണ്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവളെ കണ്ടപ്പോൾ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ അവളെ കൊന്നിട്ടില്ല എന്നും അവൾ മൊഴി നൽകുന്നുണ്ട്. പിന്നീട് വക്കീലും മാനേജറുമായി സ്റ്റെല്ലർ പെയിന്റിങ്ങിന് ഓണർഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന ചെയർകിം ഓണർ മരണപ്പെട്ടത് കൊണ്ട് തന്നെ അതിന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കോടതി വിധി വരാൻ സമയമെടുക്കുമെന്നും അതുവരെ ഈ ആർട്ട് പീസ് ഇവിടെ തന്നെ സൂക്ഷിക്കാമെന്നും വക്കീൽ പറയുന്നത് കേട്ട് ചെയർകിമിന് സന്തോഷമാകുന്നു. അന്നേരമാണ് യുൻഹോ നൽകിയ ഫയൽ മാനേജർ ചെയർകിമിന് നൽകുന്നത്. അവരത് കാര്യമാക്കുന്നില്ല എന്ന് മാനേജറിനെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഓഫീസിലിരുന്ന് തമിയുങ് ആക്സിഡന്റിനെ പറ്റി സംസാരിക്കുന്ന വൂസോക്ക് ആ പെയിന്റിങ്ങുകൾ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ലേഡി സ്റ്റാഫ് എത്തുകയും സ്റ്റെല്ലർ പെയിന്റിംഗ് ഇതുപോലെ കൈവിട്ടു പോകണ്ട എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ സീനിയർ ഓഫീസർ അതിൻ്റെ ഓണർ മരിച്ചുപോയാൽ അത് പിന്നെ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അത് ഇൻഹെറിറ്റായി മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് അവൾ ഒരു ഫയൽ ഓഫീസർക്ക് നൽകുന്നു. അതിൽ ഓണറായ ലൂക്ക് അതിന് ബെനിഫിഷ്യറിയായി വെച്ചിരിക്കുന്നത് ഹാനിനെ തന്നെയായിരുന്നു. അത് കണ്ട് അവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. അവിടുന്ന് യുൻഹോയോട് സംസാരിക്കുന്ന ജോ നീ എന്തുകൊണ്ടാണ് ഹാനിനെ ഇത്രയും വെറുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഹാനിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. എനിക്ക് ഏതാണ്ട് 6 വയസ്സ് വരെയും ഏട്ടനായിരുന്നു എൻ്റെ ലോകം. എന്നാൽ ഹാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷം അവൻ്റെ കണ്ണുകൾ എപ്പോഴും അവളിൽ മാത്രമായിരുന്നു. ഏട്ടന് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെക്കാളും അവളെ സ്നേഹിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ തിരികെ ഒന്നും ലഭിക്കാതെ ഹാൻ ഏട്ടനെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇതേസമയം ഇതൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് യുൻഹോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കെൻ്റെ ഏട്ടനെ തെളിയിച്ചു കൊടുക്കണമായിരുന്നു. അവൾക്ക് ഭാഗ്യദോഷമല്ല, അവളാണ് ഇവരെയൊക്കെ കൊല്ലുന്നതെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ജോ അപ്പോൾ നിന്റെ ഏട്ടൻ ഹാനിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലേ എന്ന് കേൾക്കുന്ന യുൻഹോക്ക് വന്ന് പെട്ടെന്ന് അവളെ വിളിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട്
ബാറിലിരിക്കുന്ന ഹാനിനോടും യുൻഹോക്കിനോടും കിം യോഞ്ചെ അന്ന് ഹാനിനെ ഫോളോ ചെയ്ത കാര്യങ്ങളെന്ന് പറയാത്തതിൽ സോറി എന്നും ഞാൻ അവളെ ഒന്ന് പേടിപ്പിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ എന്നും ഹോങ്ജി പറയുന്നത് കേട്ട് ഹാൻ എന്നെ കുട്ടിക്കാലത്ത് കുട്ടികൾ കളിയാക്കുമ്പോൾ ചീത്ത പറഞ്ഞും ആട്ടി ഓടിച്ചും എന്നെ സംരക്ഷിച്ചതും എപ്പോഴും നിങ്ങളായിരുന്നു. അതിന് ഞാനാണ് നന്ദി പറയേണ്ടതെന്ന് അവൾ പറയുന്നു. ഈ സമയം വൂസോക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് യുൻഹോക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ യുൻഹോക്ക് നിന്റെ കാര്യങ്ങൾ ഞാൻ ഇനി നോക്കണ്ട എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്നും കുഞ്ഞുനാളിൽ ഞാൻ കരുതിയത് നമുക്ക് പഠിച്ച് ഒരേ കോളേജിൽ ചേരാം, പരസ്പരം സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു. എന്നാൽ നീ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്നെ ഒരു ഫ്രണ്ടായാണ് കാണുന്നതെന്ന്. എനിക്കതിൽ അതിശയമായിരുന്നു. കാരണം എൻ്റെ പാസ്റ്റ് അറിയാവുന്ന നിനക്ക് പോലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് സൂഹോയെ ഇഷ്ടപ്പെട്ടതെന്ന് നിനക്കറിയാമോ? അവൻ ഞാൻ അനുഭവിച്ചതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് കേൾക്കുന്ന യുൻഹോക്ക് അപ്പോൾ നീ എനിക്ക് പകരം സൂഹോയെ തിരഞ്ഞെടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ യാതൊരു ആഗ്രഹവും ഇല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് എളുപ്പമെന്ന് മണ്ടിയായ ഞാനന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ മറ്റു രണ്ടുപേരുടെ കേസിലും അവർ നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ നീ അവരെ തിരിച്ചിഷ്ടപ്പെട്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കാകാൻ താല്പര്യമില്ലായിരുന്നു എന്നും എനിക്കൊരു ഫാമിലിയായി ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നെന്നും അവൾ പറയുന്നു. ഞാൻ ആദ്യം കരുതിയത് ഞാൻ സ്ട്രോങ് എന്നാണ്, പക്ഷെ പിന്നെ എനിക്കത് തെറ്റാണെന്ന് മനസ്സിലായെന്ന് അവൾ പറയുന്നത് കേട്ട് നീ ഒരിക്കലും സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുതെന്നും നീയായി തന്നെ ഇരിക്കാനും യുൻഹോക്ക് പറയുന്നു. സൂഹോ ഞാൻ കാരണം 2 തവണയാണ് മരണപ്പെട്ടത്. നീ എൻ്റെ കാമുകനാകാത്തത് നന്നായി എന്നും അവൾ പറഞ്ഞ് അവളുടെ കണ്ണുകൾ നിറയുന്നു. പിറ്റേന്ന് ആ ഷാമ്പെയിൻ ചേർക്കിമാണ് പ്രിപ്പയർ ചെയ്തതെന്ന് അറിഞ്ഞ് പോലീസ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യുൻഹോക്കിനെ തനിക്ക് സംശയമുണ്ടെന്ന് ജോ പറയുമ്പോൾ അന്ന് ലൂക്ക് മരിക്കുന്നതിൻ്റെ അന്നുള്ള അവൻ്റെ മൂവ്മെന്റ് ലിസ്റ്റും ട്രാക്ക് ചെയ്യാൻ അവരോട് പോസോങ് ആവശ്യപ്പെടുന്നു. അങ്ങനെ യുൻഹോക്കിനെ കാണാൻ ജോ വരികയും ലൂക്ക് അന്ന് ഹോളിൽ വീഴുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്നും അതിനുശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്നും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലുള്ള എൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് പോയതെന്ന് അവൻ മറുപടി നൽകുന്നു. എന്നും വീക്കെൻഡിൽ പോവാറുള്ള നിങ്ങൾ എന്തിനാണ് അന്ന് പോയതെന്ന് ചോദിക്കുമ്പോൾ അതും അത്രയും ലേറ്റ് ആയ സമയത്തെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്രോജക്റ്റ് തീർക്കാനുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യത്തിനായി അവിടെ പോയതാണെന്നും അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് ഓപ്ഷന് വേണ്ടി സോയെ ഹാൻ ട്രെയിൻ ചെയ്യിക്കുന്നു. അങ്ങനെ ഹാൻ ഓപ്ഷൻ ചെയ്ത കാര്യങ്ങളും മറ്റുമൊക്കെ അങ്ങനെ ഓർത്തു നിൽക്കുന്ന സമയത്താണ് ലൂക്കിൻ്റെ യുവർ ഹോമിൽ നിന്നും ലൂക്കിൻ്റെ സെക്രട്ടറി ഹാനിനെ വിളിക്കുന്നതും സെല്ലർ പെയിന്റിങ്ങിൻ്റെ ഇപ്പോഴുള്ള അവകാശി നിങ്ങളാണെന്ന് പറയുന്നതും. പിന്നീട് യുൻഹോക്കിനെ കണ്ട് ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന ജോ ബുസാനിലേക്ക് ഹാനെ ട്രാൻസ്ഫർ ആക്കിയ വിവരം 2 സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കുകയും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലിഫ്റ്റിൽ വന്ന വൂസോക്കിനോട് ഹാനിനെ കാണാനായി വന്നതാണോ, അവൾ ബുസാനിലേക്ക് ട്രാൻസ്ഫറായി പോവുകയാണെന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലി ആവശ്യത്തിനായി വന്നതാണെന്നും പറഞ്ഞ് വൂസോക്ക് അവിടെ നിന്ന് നടന്നു പോകുന്നു. പറയാതെ വന്നതിൽ സോറി എന്ന് പറഞ്ഞ് വൂസോ ഹാനിൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വന്നത് ചില്ലറിൻ്റെ പെയിന്റിംഗ് കാര്യം പറയാനല്ലേ എന്ന് അവൾ ചോദിക്കുകയും അവർ 2 ആളും കൂടി മീറ്റിംഗ് റൂമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതുവഴി വന്ന ചേർക്കിം അവർ ഇങ്ങനെ 2 പേരും നടന്നു പോകുന്നത് കാണുന്നു. സൂഹോയെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പെയിന്റിംഗ് തട്ടിയെടുത്തതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് പറയാനായി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു, അങ്ങനെ കാണാനായി എത്തിയതാണെന്ന് അവളോട് പറയുന്നു. പോലീസ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതിനുള്ളിൽ തന്നെ കൊലപാതകിയെ കണ്ടെത്തിയാൽ നമുക്ക് സമയം കിട്ടുമെന്നും പറയുമ്പോൾ പോലീസിനോട് എല്ലാ വിവരങ്ങളും പറയാൻ ഹാൻ പറയുന്നു. അത് കേട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വീണ്ടും നിന്നെ തന്നെ സംശയിക്കുമെന്നും അവൻ പറയുമ്പോൾ സൂഹോയും ചിലപ്പോൾ അതായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലാതെ അവൻ ഒരിക്കലും എൻ്റെ നല്ലതിനു വേണ്ടി ആ പെയിന്റിംഗ് എനിക്ക് തരില്ലല്ലോ എന്ന് അവൾ പറയുന്നു. ഇവിടെ നിന്നും പോകാൻ അവൾ പറയുമ്പോൾ എന്നെ നീ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനെ ഓടി ഒളിക്കുകയല്ല, എന്നോടൊപ്പം ഉണ്ടാവുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് അവൻ ഹാനിനെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് ചേർക്കിം ആരെയോ വിളിച്ച് നമുക്ക് കാണണമെന്ന് ഫോണിൽ പറയുന്നു. ചേർക്കിമിൻ്റെ ഡീറ്റെയിൽസ് വൂസോക്കിന് നൽകി ഹാൻ പെയിന്റിംഗ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് കരുതിയാണ് ഞാൻ അന്ന് അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോഴാണ് ഹ്യുൻസുവിൻ്റെ പാരൻസ് നടത്തുന്ന ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഫോട്ടോ കണ്ട് വൂസോക്ക് സ്റ്റക്കാകുന്നത്. ഹ്യുൻസു ചേർക്കിമിൻ്റെ ആളാണെന്നും അവനിവിടെ വന്നു പോയത് ഞാൻ കണ്ടുവെന്നും നിങ്ങൾക്കതറിയാമെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്നും നമ്മൾ ആ പെയിന്റിംഗ് കണ്ടെത്തി കഴിഞ്ഞാൽ ചേർക്കിമിൻ്റെ കള്ളത്തരങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാമെന്നും സഹോദരിക്ക് ന്യായം വാങ്ങിക്കൊടുക്കാമെന്നും ഹാൻ പറയുന്നു.
അങ്ങനെ അവർ അന്ന് അപകടം പറ്റി ഫെലിക്സ് സ്റ്റോറേജിലേക്ക് പോയി നോക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതേ സമയം ചേർക്കും ഫുഡ് ഉണ്ടാക്കി രണ്ടുപേരെ കാത്തിരിക്കുന്നതായി കാണിക്കും. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഹ്യുൻസു വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അവർ അടിക്കുകയും ആ ഇൻഷുറൻസ് ഓഫീസറും ഹാനും എൻ്റെ പുറകെയാണെന്നും തമിഴ്നാട്ടിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവർ ചോദിക്കുമ്പോൾ അവർ ഇനി എത്ര സംശയിച്ചു കഴിഞ്ഞാലും ഒരു തുമ്പ് പോലും കിട്ടില്ല എന്നും എല്ലാം സേഫ് ആണെന്നും പറയുമ്പോൾ അതിനി ഇങ്ങനെ പുറത്തു വെച്ചിരിക്കേണ്ട, എൻ്റെ സീക്രട്ട് സ്റ്റോറേജ് വാൾട്ടിലേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് ചേർക്കും പറയുന്നേരം രണ്ടാമത്തെ ഗസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നു. അതാരാണെന്ന് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നീട് വൂസോക്കും ഹാനും ഫെലിക്സ് സ്റ്റോറേജിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഒരു ട്രക്ക് പോകുന്നത് കാണാം. ഇവരിവിടെ എത്തി അന്വേഷിക്കുമ്പോൾ കുറച്ചു മുൻപേ അവിടെ കുറച്ച് ആർട്ട് പീസുകൾ സൂക്ഷിച്ചിരുന്നു. അതിപ്പോഴാണ് ഇവിടെ നിന്നും കൊണ്ടുപോയതെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നത് വെച്ച് അത് നമ്മൾ ഉദ്ദേശിച്ചു വന്ന അതേ ആർട്ട് പീസുകളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ വീട്ടിലെത്തി ഹാനും വൂസോക്കും ഹാക്കറുടെ സഹായത്താൽ റോയൽ ഓപ്ഷൻ കമ്പനിയുടെ ബ്ലൂ പ്രിന്റ് എടുക്കുകയും അതിൽ ഓഫീസിന്റെയും അതിലെവിടെയാണ് സ്റ്റോറേജ് വാൾട്ട് എന്നും അവർ മനസ്സിലാക്കുന്നു. ചേർക്കും എപ്പോഴും 17/7/15 എന്ന പാസ്വേഡാണ് ഉപയോഗിക്കാറുള്ളതെന്ന് ഓർത്തെടുക്കുന്ന ഹാൻ അത് റോയൽ ഓപ്ഷൻ കമ്പനി തുടങ്ങിയ ദിവസമാണെന്ന് മനസ്സിലാക്കുന്നു. അവിടുന്ന് നേരെ പോകുന്നത് ചേർക്കിമിനെ കാണാനായിരുന്നു. ചില്ലർ പെയിന്റിംഗ് അവൾക്കാണ് കിട്ടിയതെന്ന് അറിഞ്ഞ് അവർ സന്തോഷത്തോടെ അവളെ വെൽക്കം ചെയ്യുന്നു. എന്നാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നും യഥാർത്ഥത്തിൽ മരിച്ചയാൾ ലൂക്കല്ല, പകരം സൂഹോ ആണെന്നും അതുകൊണ്ട് തന്നെ അത് എൻ്റെ പേരിൽ കിട്ടുക എന്നുള്ളത് നിയമക്കുരുക്കിലാണെന്നും അവൾ പറയുന്നത് കേട്ട് അതൊക്കെ നമുക്ക് നമ്മുടെ വക്കീലിനെ കൊണ്ട് ശരിയാക്കിപ്പിക്കാമെന്ന് ചേർക്കിം പറയുന്നു. നീ ഇനി ബുസാനിലേക്ക് പോകണ്ട എന്നും നീ നല്ല നിലയിലായി കാണുന്നത് നിന്റെ അച്ഛനും ആത്മശാന്തി ലഭിക്കുമെന്നും അവൾ പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഹാൻ അവിടെ നിൽക്കുന്നു. പിന്നീട് അടുത്ത ഓപ്ഷനിൽ വെക്കേണ്ട എക്സ്പെൻസീവായ പെയിന്റിംഗ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലറുടെ പെയിന്റിംഗ് ഇത്തവണ നമുക്ക് ലേലത്തിൽ വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത്രയും പോകുന്ന എന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്ന് കരുതി ഞാൻ സംഘടിപ്പിച്ചതാണെന്നും ചേർക്കിം പറയുന്നുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയോടെ എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ഇത്രയും വലിയൊരു ആർട്ട് പീസ് ഓപ്ഷൻ ചെയ്യാൻ കഴിയുന്നത് എനിക്കും സന്തോഷമാണെന്ന് അവൾ പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് തന്നെയാണല്ലേ എന്നവർ നിരാശയിൽ അവളോട് ചോദിക്കുന്നുണ്ട്. ചില്ലറിന്റെ പെയിന്റിംഗ് ബെനിഫിഷ്യറി ഹാൻസിയോളാണെന്ന കാര്യം പോലീസും അറിയുന്നു. ഓഫീസിൽ നിന്നിറങ്ങുന്ന ചേർക്കിമിന്റെ കാറിന് ഹാൻ GPS പതിപ്പിക്കുന്നു. പിന്നീട് അത് വൂസോക്കിനോട് വന്ന് പറയുമ്പോൾ ഹാക്കർ അത് നോക്കുന്നുണ്ടെന്നും നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നീ ഷുവർ ആണോ എന്നും അവളോട് ചോദിക്കുന്നു. അതായത് ഹാൻ ഇപ്പോൾ സ്റ്റോറേജ് വാൾട്ട് തുറക്കാൻ പോവുകയാണ്. പേടിക്കണ്ട, ഞാൻ അവിടെ പോയി എല്ലാം റെക്കോർഡ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവർ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നു. അതുവഴി വൂസോക്കിനും എല്ലാം കാണാമായിരുന്നു. അങ്ങനെ ചേർക്കും പോയ നേരത്തെ അവൾ അവരുടെ ഓഫീസിനുള്ളിൽ കയറുകയും ശേഷം ആ പാസ്വേഡ് അടിച്ചു നോക്കുമ്പോൾ അത് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് കയറുമ്പോൾ ശരിക്കും അവൾ ഞെട്ടുകയാണ്. വർഷങ്ങളായി ഒരുപാട് വില കൊടുത്ത് പലരും സ്വന്തമാക്കിയ 100-ൽ പരം പെയിന്റിങ്ങുകളുടെ ഒതന്റിക് പീസുകളാണ് അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവൾ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ സിഗ്നൽ ലോസ് ആയി അവളെ വിളിക്കാനോ കാണാനോ ഒന്നും വൂസോക്കിന് കഴിഞ്ഞിരുന്നില്ല. എന്നു മാത്രമല്ല അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ പെർമിഷൻ ഗ്രാൻഡഡ് എന്ന മെസ്സേജ് ചേർക്കിമിനും വരുന്നു. അതിനുള്ളിൽ ആക്സിഡന്റിൽ കത്തിധരിച്ച 5 പീസുകളും അവിടെ ഇരിക്കുന്നത് കാണുകയും അവൾ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആർട്ട് വർക്കായ തങ്ങളുടെ ഫാമിലി ഫോട്ടോയും അവൾ അവിടെ കാണുന്നു. ആ മെസ്സേജ് കണ്ട് ചേർക്കിൻ തിരികെ വരികയും ആ വിവരം ഹാക്കർ വൂസോക്കിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ സെക്യൂരിറ്റിയും അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അയാൾ കാണാതെ അവിടെ നിന്നും ഒളിച്ചു മാറി വൂസോക്ക് നിൽക്കുന്നു. അവിടുന്ന് പോരാൻ നേരം ഹാൻ വന്ന് ഡോറ് തുറക്കുമ്പോൾ അത് ലോക്കാകുന്നു. അവൾ പല പാസ്വേഡ് അടിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ചേർക്കിം പാർക്കിങ്ങിൽ എത്തുകയും ശേഷം മുകളിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറാൻ വരുമ്പോൾ യുൻഹോക്ക് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരികയും നീ എന്താ ഇത്രയും താമസിച്ച് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ ഒരു ഷൂട്ടുണ്ടായിരുന്നു, അതിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു എന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറുന്നു. അതേസമയം തന്നെ പല പാസ്വേഡുകളും അടിച്ചു നോക്കിയിട്ടും ഫെയിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആരോ അങ്ങോട്ടേക്ക് വരുന്നതും പാസ്വേഡ് അടിക്കുന്നതും കേട്ട് അവൾ പേടിച്ച് അവിടെ ഒളിക്കുന്നു. അങ്ങനെ ആ ഡോർ തുറക്കുന്നത് കാണിച്ച് എപ്പിസോഡ് 10 അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.